ഷെയ്ഖ് ഹസീന ഭരണത്തെ പുറന്തള്ളിയ ജൻസി വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ ഭരണം സ്വന്തമാക്കിയിരിക്കുകയാണ് താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ബംഗ്ലാദേശ് ഭരിച്ചിരുന്ന ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. 2024 ജൻസി പ്രക്ഷോഭങ്ങൾക്ക് ശേഷം നടന്ന നിർണായക തെരഞ്ഞെടുപ്പിൽ 300 അംഗ പാർലമെന്റിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടി BNP ഭരണം ഉറപ്പിച്ചു. 20 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് BNP വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തുന്നത്. ആരാണ് ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന താരിഖ് റഹ്മാൻ? മധ്യ വലതുപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ഭൂരിപക്ഷം നേടിയതോടെ താരിഖ് റഹ്മാൻ രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ്. പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശ് രാഷ്ട്രീയം നിയന്ത്രിക്കുന്ന സിയ കുടുംബത്തിന്റെ പുതിയ മുഖമാണ് 60-കാരനായ താരിഖ് റഹ്മാൻ. മാതാപിതാക്കളായ സിയാവുർ റഹ്മാനും ഖാലിദ സിയയും ബംഗ്ലാദേശിന്റെ ഭരണാധികാരികളായിരുന്നുവെങ്കിലും താരിഖ് റഹ്മാന്റെ രാഷ്ട്രീയ യാത്ര ഒട്ടും സുഗമമായിരുന്നില്ല. കുടുംബവാഴ്ച, അഴിമതി ആരോപണങ്ങൾ, വർഷങ്ങൾ നീണ്ട പ്രവാസം, പിതാവിന്റെ വധം തുടങ്ങി വലിയ പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത്. ബംഗ്ലാദേശിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായിരുന്ന മാതാവ് ഖാലിദ സിയയുടെ വിയോഗത്തിന് പിന്നാലെ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുൻപാണ് അദ്ദേഹം BNPയുടെ അധ്യക്ഷനായി ചുമതലയേറ്റത്. തന്റെ 30കളിൽ, അതായത് 2001-ലാണ് താരിഖ് റഹ്മാൻ BNPയിൽ സജീവമാകുന്നത്. അദ്ദേഹത്തിന്റെ മാതാവ് ഖാലിദ സിയ 2ാം തവണ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടമായിരുന്നു അത്. ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനും BNP സ്ഥാപകനുമായിരുന്ന പിതാവ് സിയാവുർ റഹ്മാൻ 1981-ലെ സൈനിക അട്ടിമറിയിലാണ് കൊല്ലപ്പെട്ടത്. 2002-ൽ പാർട്ടിയിൽ ഉന്നത പദവിയിലെത്തിയതോടെയാണ് താരിഖ് മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിച്ചത്. എന്നാൽ അക്കാലത്ത് പ്രതിപക്ഷം ഇതിനെ കടുത്ത കുടുംബവാഴ്ചയായി വിമർശിച്ചിരുന്നു. പാർട്ടിയിൽ കർശനമായ അച്ചടക്കം നടപ്പിലാക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഹാച്ചിറ്റ് മാൻ എന്ന വിളിപ്പേരും അദ്ദേഹം നേടിയെടുത്തു. തന്റെ അധികാരം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി ഉപയോഗിച്ചു എന്നതടക്കമുള്ള അഴിമതി ആരോപണങ്ങൾ താരിഖ് റഹ്മാൻ എപ്പോഴും നേരിട്ടിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ എതിരാളികൾ തന്നെ ബലിയാടാക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. 2007-ൽ സൈനിക പിന്തുണയുള്ള കാവൽ സർക്കാർ അഴിമതി കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. വിചാരണ വേളയിൽ താൻ പീഡനങ്ങൾക്ക് ഇരയായെന്ന് താരിഖ് ആരോപിച്ചിരുന്നു. 18 മാസത്തെ ജയിൽവാസത്തിന് ശേഷം ലണ്ടനിലേക്ക് പോയ അദ്ദേഹം പിന്നീട് 17 വർഷക്കാലം പ്രവാസിയായി അവിടെ കഴിഞ്ഞു. രാഷ്ട്രീയം വിടാമെന്ന വാഗ്ദാനത്തിന്മേലാണ് രാജ്യം വിടാൻ അനുവാദം ലഭിച്ചതെന്ന റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു. വിദേശത്താണെങ്കിലും ലണ്ടനിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിയുടെ നയരൂപീകരണത്തിൽ സജീവമായിരുന്നു. 2018-ൽ ഖാലിദ സിയ ജയിലിലായതോടെ BNPയുടെ ആക്ടിംഗ് ചെയർമാനായി ചുമതലയേറ്റു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് നിരവധി ക്രിമിനൽ കേസുകളിൽ താരിഖ് പ്രതിയായിരുന്നു. 2004-ലെ ഗ്രനേഡ് ആക്രമണക്കേസിൽ ശിക്ഷിക്കപ്പെട്ടെങ്കിലും പിന്നീട് എല്ലാ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹം വിമുക്തനായി. 2025 ജനുവരി 25-നാണ് അദ്ദേഹം ഒടുവിൽ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. 5 ദിവസത്തിന് ശേഷം മാതാവ് ഖാലിദ സിയ അന്തരിച്ചു. ജനുവരി 9-ന് അദ്ദേഹം ഔദ്യോഗികമായി പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തു. താരിഖ് റഹ്മാന്റെ നേതൃസ്ഥാനത്തേക്കുള്ള വരവ് അനിവാര്യമായിരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കുടുംബവാഴ്ച ആരോപണങ്ങൾ BNP നേതാക്കൾ തള്ളിക്കളഞ്ഞു. ഹസീന ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകൾ കാരണം സിയ കുടുംബത്തിന് പുറത്തുള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ പാർട്ടിക്ക് സാഹചര്യം ലഭിച്ചില്ലെന്നാണ് പാർട്ടി മുൻ മന്ത്രി അമീർ ഖസ്രു പറഞ്ഞത്. രാഷ്ട്രീയത്തിലെ പ്രതിസന്ധികളും പകപോക്കലുകളും നേരിട്ട് കണ്ട താരിഖ് റഹ്മാൻ ഒരു പാർട്ടി നേതാവ് എന്ന നിലയിൽ നിന്ന് ഒരു രാജ്യത്തിന്റെ നേതാവ് എന്ന നിലയിലേക്ക് എങ്ങനെ ഉയരുമെന്നതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.